ഒരു കവനൻ്റ് ഉണ്ട്. അത് ലൈഫ് ലോങ് ആയിട്ടുള്ള കവനൻ്റാണ്. ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന, മരണം വരെ നീണ്ടു നിൽക്കുന്ന കവനൻ്റാണ്. പോപ്പുലർ കവനൻ്റ് എന്ന് പറയുന്നത് ജനകീയമായ ഒരു ഉടമ്പടിയാണിത്. കൃപാസനത്തിൽ നടക്കുന്നത് മരിയൻ ആധ്യാത്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ജനകീയമായ ഉടമ്പടിയാണ്. ജനങ്ങളാണ് ഈ ഉടമ്പടിയുടെ ഗുണഭോക്താക്കൾ, പ്രയോക്താക്കൾ എല്ലാവരും. ഇതൊരു ഉടമ്പടി ഒരു താൽക്കാലികമായ ഒരു ചെറിയൊരു കാലഘട്ടം, 90 ദിവസം, അങ്ങനെ ഒരു ഷോർട്ട് ടൈമാണ് ഉടമ്പടിയുടെ കാലദൈർഘ്യമെന്ന് നമുക്ക് പൊതുവെ പറയാമെങ്കിലും ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. പൊതുവെ പറയാം ഇത് 90 ദിവസത്തെ വിഷയമാണെന്ന് പറയാമെങ്കിലും നമുക്കറിയാം ഇതിൻ്റെ എല്ലാ കവനൻ്റുകളും, ഇപ്പം നിങ്ങളുടെ വിവാഹം, ക്രൈസ്തവ വിവാഹം ഒരു കവനൻ്റാണ്. പക്ഷേ ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴോ ഭാര്യ മരിച്ചു കഴിയുമ്പോഴോ ആ കവനൻ്റ് ഡിസോൾവ് ആയിപ്പോവും. ആ കവനൻ്റ് നിലനിൽക്കത്തില്ല. ആരെങ്കിലും ജീവിത പങ്കാളി അവർ തമ്മിലല്ലേ കവനൻ്റ് ഉടമ്പടി. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം വരെ വേർപിരിയാതെ ജീവിക്കാവുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ ചെയ്യുന്ന വാഗ്ദാനമാണ് ഉടമ്പടി. പക്ഷേ അതിൽ ഭർത്താവോ ഭാര്യയോ മരിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി ക്യാൻസലാവും. നമ്മുടെ ഫിസിക്കൽ ക്യാൻസലേഷനാണ്. മനസ്സുകൊണ്ടൊരിക്കലും നമ്മൾക്ക് ജീവിത പങ്കാളി മരിച്ചു പോയാലൊന്നും ആൾക്കാർ അത് മരണം വരെ അംഗീകരിക്കത്തില്ല. അത് മനസ്സിൽ നമുക്കത് മാറുന്നില്ല. പക്ഷേ സ്ഥാപന ജംഗമ ഭൗതികമായ മേഖലകളിൽ അത് റദ്ദാവും. ഇപ്പം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുകയാണ്, ഭർത്താവ് മരിച്ചു പോയി, ഒപ്പിടണ ആരാണ്? മകന്, അല്ലെങ്കിൽ ഒന്ന് ഒപ്പിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒപ്പിടാൻ ആരുമില്ലല്ലോ. അപ്പോൾ ഫിസിക്കൽ എൻറ്റിറ്റി യാഥാർത്ഥ്യം അവിടെ ഇല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ വിവാഹം എന്ന് പറയുന്നത് പോലും ഒരു ടെമ്പറൽ കമ്മിറ്റ്മെൻറ്റാണ്. തണ്ടിൽ ഒരാൾ ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ ആ ഉടമ്പടിക്ക് ആയുസ്സുള്ളൂ. പക്ഷേ മരിയൻ ഉടമ്പടി വരുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങളത് ചെയ്യാൻ. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരാളും മരിക്കണില്ല, അതാണ് കുഴപ്പം. ആരാ മരിക്കാത്ത? നമ്മളാ? അത് ദൈവം മരിക്കണില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉടമ്പടി ഒരു കാലഘട്ടത്തേക്കാണ് എടുക്കണമെന്ന് നിങ്ങൾ ധരിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ എടുക്കണത് ദൈവമായത് കൊണ്ട് തന്നെ ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്നറിയാമോ? ഈ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ ഞാനൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ എപ്പോഴും പോണേ എവിടെയാണെന്നറിയാമല്ലോ? വേളാങ്കണ്ണിയിലേ പോകത്തുള്ളൂ. അങ്ങനെ എല്ലായിടത്തും പോകത്തില്ല, അമ്മയുടെ അടുത്താണ് പോണത് എല്ലായിടത്തും. അപ്പോൾ ഇന്ന് അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ആധ്യാത്മികമായി ഇവിടെ കൃപാസനത്തിൽ വരണത് ആൾക്കാർ ആധ്യാത്മികമായ ലക്ഷ്യത്തോടെയാണ്. വേളാങ്കണ്ണിലൊക്കെ ചിലർ പോകുന്നത് ടൂറിസം ഉദ്ദേശത്തിലാണ്. അംഗവും കാണാൻ, താളിയും പറിക്കാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം, കറങ്ങി അടിക്കാമെന്ന്. അങ്ങനെയൊന്നും കൃപാസനത്തിൽ ആരും വരത്തില്ല. കർക്കവക്കാലം കുറക്കാനേ വരത്തുള്ള ആൾക്കാർ. കൃപാസനം അത്ര കണ്ട് ദൈവത്തിൻ്റെ തനത് കയ്യൊപ്പോടുകൂടി ജനങ്ങളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും നിലനിർത്തുകയും വളർത്തുകയും അതിജീവിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ തിരക്കിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ഞാൻ ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോയ ദിവസങ്ങളിലൊക്കെ നിരന്തരമായിട്ട് എൻ്റെ മനസ്സിലും ട്രെയിനിലും വാഹനങ്ങളിലും എല്ലായിടത്തും എൻ്റെ മനസ്സെപ്പോഴും പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. അപ്പോഴൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ ആൾക്കാരോട് നീ 90 ദിവസം എന്ന് പറയണത് 90 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ട്, അതാണ് പ്രശ്നം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞത്, ഈ ആൾക്കാരോട് നീ 90 ദിവസം എന്ന് പറയുന്നുണ്ട്, അതിലേറ്റവും ലീസ്റ്റായിട്ടുള്ള ആൾക്കാരുണ്ട്. അധികകാലങ്ങളൊക്കെ ഇങ്ങനെ ആധ്യാത്മികതയിൽ നിലനിൽക്കാൻ കഴിവില്ലാത്ത ബലഹീനമായിട്ട് ആൾക്കാരുണ്ട്. ചില ആൾക്കാർ നല്ല ശക്തന്മാരാണ്.
അവർക്ക് 90 ഒരു 90 ആണ്ട് പറഞ്ഞാലും അവരതിൻ്റെ നിലനിൽക്കും. അവരെ നീ ഷോർട്ട് ടേൺ ചെയ്യരുത്. അവർക്ക് നൽകിയിട്ടുള്ള ദൈവിക കൃപ 90 ദിവസത്തേക്ക് നീ നിലനിർത്തരുത്. അവർക്ക് ലെറ്റ് ദം ഡു ഇറ്റ്. അവരാ കൃപയിൽ നിലനിൽക്കട്ടെ എന്നൊരു ആശയമാണ് അമ്മ പറയണത് പുതുതായിട്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ തിരിയുണ്ടാകത്തില്ല, കയ്യിൽ തിരിയുണ്ടാകത്തില്ല, ചില ഉപ്പുണ്ടാകത്തില്ല എന്ന് പറഞ്ഞൊരു ഉടമ്പടി എങ്ങനെയാണ് പോണത്? ഇല്ലേ? നിങ്ങളുടെ തിരി ചിലപ്പോഴേ എരിഞ്ഞ് തീരും, നിങ്ങളുടെ വെഞ്ചരിച്ച ഉപ്പുകൾ ഉപയോഗിച്ച് തീരും. പക്ഷേ നിങ്ങൾ ചെയ്ത ആൾ ജീവിച്ചിരിക്കുന്നു അല്ലേ? അപ്പോഴേ ഉടമ്പടി നിലനിൽക്കുകയാണ് ചെയ്യണത്. അത് ഈ അരൂപിയിലാണ് നിലനിൽക്കണം, ഇൻ സ്പിരിറ്റാണ് നിലനിൽക്കണത്. നമ്മൾക്ക് ആ ഒരു ഉടമ്പടി ബോധം, ഉടമ്പടി എന്ന് പറയണത് ഒരു ലൈഫ് ആൻഡ് കോൺഷ്യസ് ആണ്. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ്, ജീവിത രീതിയുമാണ്, അതേസമയം തന്നെ ഒരു ബോധം കൂടിയാണ്. ഞാൻ എന്താണ്, എല്ലാവരും പറയത്തില്ല ഞാൻ ഉടമ്പടിയിലാണ് എന്നാണ് ആൾക്കാർ പറയണത്. സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. ആൾക്കാർ മുമ്പത്തെപ്പോലൊന്നുമല്ല. അതായത് ആൾക്കാർ വളരെ അളന്നും തൂക്കിയുമാണ് ഇപ്പം സാക്ഷിയൊക്കെ പറയണത്. വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഞാൻ ഉടമ്പടിയിലാണെന്നാണ് പറയണത്. ഞാൻ ഉടമ്പടിയിലാണ്. ആരുമായിട്ട്? ദൈവമായിട്ട് ഉടമ്പടിയിലാണെന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ജീവിതത്തിൽ ഇനി ഇതിനേക്കാൾ വലിയൊരു ആളുമായിട്ട് നമുക്ക് ഉടമ്പടി ചെയ്യാനില്ല. അതാണ് എൻ്റെ വിഷയം. ദൈവമായിട്ട്. അപ്പോൾ നമ്മളതിൽ ഭയങ്കര ഹാപ്പി ആകണം. നമുക്ക് വലിയ മുതൽ മുടക്ക് ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. എന്താണ്? ബുധനാഴ്ച ഒന്ന് ഉപവസിക്കണം, ആൾക്കാരോടൊക്കെ ഒന്ന് മര്യാദയ്ക്ക് സ്നേഹത്തോടെ സൗമ്യമായിട്ടൊക്കെ ഒന്ന് പെരുമാറണം, മറ്റുള്ളവർക്കൊക്കെ പറ്റുന്ന സഹായമൊക്കെ ചെയ്യണം, സുവിശേഷം എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം എത്തിക്കണം. അപ്പം അങ്ങനെയുള്ള വളരെ മിനിമം പരിപാടിയേ ഉള്ളൂ. പക്ഷേ സുവിശേഷം എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിത്തിരി പാടുള്ള കാര്യമാണ്. ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് ആകെപ്പാടെ പാടുള്ള കാര്യം സുവിശേഷം എത്തിക്കുന്നതാണ്, ഏറ്റവും പാടുള്ള കാര്യം. അതായത് പാടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലെസ്സിങ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ അത് വരാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഒരു കേവലം അനുഗ്രഹം കിട്ടിയത് കൊണ്ട് മാത്രം. ഇപ്പം നിങ്ങളുടെ വീട് വിൽക്കാം, വീട് വാങ്ങിക്കാം, നിങ്ങൾക്ക് സ്ഥലം വിൽക്കാം, സ്ഥലം വാങ്ങിക്കാം, മക്കളെ കല്യാണം കഴിപ്പിക്കാം. 25 കൊല്ലമായ മക്കൾക്ക് വരെ ദമ്പതികൾക്ക് വരെ മക്കളില്ലാത്തവരെ ഉടമ്പടിയിലൂടെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവർക്ക് മക്കളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയും കിട്ടാം. ആഫ്റ്റർ ഓൾ ഇതിങ്ങനെയൊക്കെ കിട്ടുമ്പോഴും അതെല്ലാം ബ്ലെസ്സിങ്സാണ്. അതുകൊണ്ട് സുവിശേഷ വേലയുടെ അനുഗ്രഹം ബ്ലെസ്സിങ്സ് ആകത്തില്ല. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? അതായത് ഏറ്റവും വലിയ ഇപ്പം നിങ്ങൾക്ക് 25 കൊല്ലമായിട്ടേക്ക് മക്കളില്ല, 25ാമത്തെ കൊല്ലം മക്കളെ കിട്ടി, 24ാമത്തെ കൊല്ലം മക്കളെ കിട്ടി, 23ാമത്തെ കൊല്ലം മക്കളെ കിട്ടി. അങ്ങനെ ഉടമ്പടിയിൽ സമൃദ്ധമായ സാക്ഷ്യങ്ങളാണ്. പക്ഷേ ഇതിനേക്കാൾ വലുതാണ് സുവിശേഷം കൈമാറ്റത്തിൻ്റെ സാക്ഷ്യം. ഒരു ഉടമ്പടിയിൽ ഏറ്റവും വലിയ സാക്ഷ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ജോലി കിട്ടി, അല്ലെങ്കിൽ 11 പ്രാവശ്യം IELTS എഴുതിയിട്ട് ഉടമ്പടി എടുത്തപ്പോൾ 12ാം പ്രാവശ്യം ജയിച്ചു. അതൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്താണെന്നറിയാവോ? അതായത് എരിമപ്പെട്ടിൽ നിന്ന് ജോസഫീനയും ചാക്കോയും കൂടി പറഞ്ഞ സാക്ഷ്യമാണ്. തൃശ്ശൂരെ എരിമപ്പെട്ടിൽ നിന്ന് ജോസഫീനയും ഈ ആഴ്ചത്തെ ഏറ്റവും നല്ല സാക്ഷ്യം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ അലക്സച്ചനോട് ഞാൻ പറയുമായിരുന്നു, അച്ഛാ ഈ ആൾക്കാർ പറയണ സാക്ഷ്യമൊന്നും സാക്ഷ്യമല്ല. ഞങ്ങൾ ഊണ് കഴിക്കാതിരിക്കുമ്പോഴൊക്കെ പറയണ എല്ലാം ഉടമ്പടിക്കാരുമായിരിക്കും, മറ്റു കാര്യങ്ങൾ അങ്ങനെ കുറച്ചേ പറയാറുള്ളൂ. ഇപ്പം ഞാൻ അലക്സച്ചനോട് പറഞ്ഞു, അച്ഛാ ഈ ആൾക്കാരിപ്പോൾ പറയണ സാക്ഷ്യങ്ങളൊന്നും അതൊക്കെ ഉടമ്പടി സാക്ഷ്യമാണ്, പക്ഷെ പ്രത്യക്ഷീകരണ സാക്ഷ്യമല്ലെന്ന് പറയും. ഉടമ്പടി സാക്ഷ്യമാണ്, പക്ഷേ പ്രത്യക്ഷീകരണ സാക്ഷ്യമല്ല. കാര്യം പലതരം സാക്ഷ്യങ്ങൾ ഇവിടെ നടക്കുന്നത്. ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഉടമ്പടി സാക്ഷ്യത്തെക്കാളും വലിയ സാക്ഷ്യങ്ങളാണ്. എന്താ കാര്യം? ഞാൻ അച്ഛനോട് പറഞ്ഞത്, അമ്മയോട് പറയുന്നുണ്ട് മരിച്ച ആൾ ഉയർത്തി നിൽക്കുമെന്ന് പറയുന്നുണ്ടെന്ന് പറയും. ഞാൻ അങ്ങനെ അച്ഛനോട് പറഞ്ഞത്, മരിച്ചു കിടക്കുന്ന ആൾ ഉയർത്തി പറയണത് അനുസരിക്കുക.
നമ്മൾ പറയുന്ന അനുസരിക്കണമെന്ന് ദൈവത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ അതിൻ്റെ കീഴ്വഴക്കം, ഉടമ്പടിക്കൊരു കീഴ്വഴക്കം ഉണ്ടല്ലോ. അതെന്താണ്? ആദ്യം നമ്മൾ ദൈവം പറഞ്ഞതുപോലെ ആദ്യം ചെയ്യണം. ഓരോ കാര്യം ചെയ്തിട്ട് ഞാൻ അത് ചെയ്തില്ല, എനിക്ക് ആ അനുഗ്രഹം കിട്ടിയില്ലല്ലോ, ഞാൻ അത് ചെയ്തില്ല, വസ്തു വിറ്റില്ലല്ലോ, ഞാൻ ഇത് ചെയ്തില്ല, എന്നിട്ട് എനിക്ക് മാർക്ക് കൂടിയില്ലല്ലോ, അങ്ങനെ ഓരോ കാര്യത്തിനും ദൈവത്തോട് നീ തർക്കിക്കാൻ പോകരുത്. ഉടമ്പടിയിൽ വളരെ മാനുഷികമായിട്ട് ആ ഉടമ്പടിയെ മനുഷ്യൻ്റെ ചാബല്യങ്ങളോട്, ഒത്തിരി ചാബല്യമുള്ള ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ടേ, അവരാണ് ഈ ഉടമ്പടി പിന്നോട്ട് വലിക്കണതിൻ്റെ കാരണം. ഒത്തിരി ചാബല്യമുള്ള ആൾക്കാർ, അവർ ജീവിതം മുഴുവൻ ചാബല്യമാണ്. അത് അവർ ഉടമ്പടി എടുക്കുമ്പോൾ ആ ചാബല്യം ദൈവത്തോടും കാണിക്കും. ഓരോരോ കാര്യം ചെയ്തേച്ചും പറയും, ഞാൻ അത് അങ്ങനെ ചെയ്ത് പത്രം കൊണ്ട് അവിടെ കൊടുത്തു, എന്നിട്ടും എനിക്ക് PR ശരിയായില്ലെന്ന് പറയും. ചാബല്യമാണത്. നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ടാണ് മിണ്ടാതെ ഇടപെടുന്ന കാരണം ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. അതാണ് അത് വചനത്തിൻ്റെ നിലപാടതാണ്. ചെയ്യാനുള്ള ചെയ്യുക, എന്നിട്ട് മിണ്ടാതിരിക്കുക. ദൈവം അതിൻ്റെ ഇരട്ടി ചെയ്തോളും. നീ ദൈവത്തിൻ്റെ കൂടെ കയ്യെ പിടിച്ചിട്ട് ആ ഈ എന്നും പറഞ്ഞ പിള്ളേരെ എടുത്തുടങ്ങിക്കത്തില്ലേ. ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ അങ്ങനെ ചെയ്യണത്, ദൈവത്തിൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് ഈ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതിക്കണ പോലെ ഞാൻ 10 കൊടുത്തു, അതുകൊണ്ട് അതിൻ്റെ അനുഗ്രഹം കണ്ട് വെക്ക്. ഞാൻ രോഗിയെ ആശുപത്രിയിൽ കണ്ടു, അതുകൊണ്ട് എൻ്റെ രോഗം ഇത് മാറ്റിത്താ. ഇങ്ങനെ ഓരോ കാര്യത്തിന് ഇങ്ങനെ അങ്ങനെ ചെയ്യരുത്. എന്താ കാരണം? ചെയ്യാനുള്ളതൊക്കെ സന്തോഷത്തോടെ ചെയ്യണം. ആ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ചെയ്യാനുള്ളതും ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്, കടമബദ്ധം നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതല്ല അതാ വിഷയം. ദൈവത്തിൻ്റെ നിലപാട് കണ്ട ലൂക്ക 17:10. ലൂക്ക 17:10 നോക്കിയേ. ഇതുപോലെ തന്നെ പറഞ്ഞേ. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം കണ്ട, കൽപ്പിക്കപ്പെട്ടവയെല്ലാം പറഞ്ഞേ, കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. ഇപ്പൊ ദൈവത്തിന്റെ വചനം നിർവഹിക്കണത് എന്താണ്? നമ്മുടെ കടമയാണത്. ഉടമ്പടി എന്താ ചെയ്യണത്? ഇപ്പം ചില കത്തോലിക്കരൊക്കെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു 3 മാസം കഴിയുമ്പോൾ അവർ പറയവേ, ഇത് പാടൊന്നുമില്ല അച്ഛാ, ഇത് ഉടമ്പടി എടുക്കാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന്. അത്രേ ഉള്ളു, കറക്റ്റാണത്. ഇത് പാടൊന്നുമില്ല അച്ഛാ, ഇത് ഉടമ്പടി എടുക്കാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട, രോഗികളെ പോയി കാണണ്ടല്ലേ അല്ലേ? പിന്നെ ഇതിൻ്റെ വരണത് രോഗികളെപ്പോയി നമ്മൾ കാണുന്നുണ്ട്. മിക്കവാറും അവർ നമ്മുടെ കൊച്ചാപ്പന, ഇളയമ്മ, അമ്മാവന, അങ്കിള ഒക്കെ ആയിരിക്കുന്നേ ഉള്ളൂ. രോഗികളെ നമ്മൾ കാണേണ്ടതാണ്, പക്ഷെ നമ്മൾ കാണാറുണ്ട്. അതെങ്ങനെയാണ്? കേവലമായ മനുഷ്യക്കാഴ്ചയാണ് കാണുന്നത്. എന്താണ് അത്? കാണുന്ന രോഗികൾ മിക്കവാറും നമ്മുടെ പരിചയക്കാരായിരിക്കും, അല്ലെ പാർട്ടിക്കാരായിരിക്കും. പക്ഷെ അപ്പം കർത്താവ് ചോദിക്കും, എന്താണ്? 5:46 ചോദിക്കും. ടേക്ക് ദ ബെഡ് ഓഫ് ഫുഡ് 5:46. മത്തായി 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ, നിങ്ങളുടെ ബന്ധുക്കളെ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഈ ബന്ധുക്കളെ കാണാൻ തന്നെ ഒരു പ്രതിഫലം ഇല്ലെന്ന്. നിങ്ങളുടെ കൊച്ചാപ്പനെയൊക്കെ കാണാൻ നടന്നിട്ടേ ഒരു പ്രതിഫലവും ഇല്ലെന്നാണ് പറയണത്. ആര്? ദൈവം തരുന്നില്ല, അവർ തരുമായിരിക്കും. അവരെഴുന്നേറ്റ് വരുമ്പോൾ ചില വസ്തു എഴുതി തരുമായിരിക്കും. നിങ്ങൾക്ക് അതാണല്ലോ വേണ്ടത്. അതല്ലേ പ്രശ്നം. നിങ്ങൾ ഈ ബന്ധുക്കളൊക്കെ വലിയ ഇങ്ങനെ കുടുങ്ങി ഓടിപ്പോയി കാണുന്നത് എന്താണ്? അതിങ്ങനെ രക്ഷപ്പെട്ട് വന്നാൽ നമുക്ക് വല്ല തടയുമെന്നുള്ളതല്ലേ? അതൊക്കെ ദൈവത്തിന് അറിയാം. അതാണ് അവർ പറയണത്. ഒന്ന് വായിച്ച 5:46 മത്തായി. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഒരു പ്രതിഫലവും ലഭിക്കത്തില്ലെന്നാണ് ഈ പറയണത്. ഈശോ ഇങ്ങനെ നെഗറ്റീവ് പറയണ ഇഷ്ടമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ച് നമ്മളെ കുരുക്കി കളയുകയുള്ളൂ. നിങ്ങൾക്ക് ഒരു പട്ടിക്കാട്ടത്തിൻ്റെ വിലയും കിട്ടത്തില്ലെന്നാണ് ഈ പറയണത് പച്ച മലയാളത്തിൽ, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ. എന്നുവെച്ചാൽ എന്താണ് പറയണത്? നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക എന്നുവെച്ചാൽ സീറോ ബെനിഫിറ്റ്സ് എന്നാണ് പറയുന്നത്. സീറോ ബെനിഫിറ്റ്സ്. ഈ ബന്ധുക്കളെയും ചുവന്നുകൊണ്ട് നടന്നാൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് സീറോ ബെനിഫിറ്റ്സ് എന്നാണ് പറയണത്, ഒന്നും ഇല്ല എന്നാണ് പറയണത്. പിന്നെ ചുങ്കക്കാർ പോലും, എന്നുവെച്ചാൽ ദൈവത്തോട് യാതൊരു ബന്ധമില്ല നിൽക്കുന്ന ആൾക്കാർ ചുങ്കക്കാർ. എന്താ കാര്യം? റോമക്കാർ. മിക്കവാറും ചുങ്കക്കാർ, ഇസ്രായേലിലെ ചുങ്കക്കാരൊക്കെ റോമക്കാരായിരിക്കും.
റോമക്കാരെന്നാ ചെയ്യണം? റോമക്കാരാണ് ഇവിടെ ഭരിക്കണത്. ഇത് നമ്മളെ ഇംഗ്ലീഷുകാർ ഭരിച്ചില്ലേ, അവർ റോമക്കാരാണ് അന്ന് ഈ യെരുശലേം ഭരിച്ചത്. അപ്പോൾ റോമക്കാരെന്ത് ചെയ്യും? അവിടെ സീസറിന് 10 രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇടനിലക്കാരെല്ലാം കൂട്ടി ഗുണ്ടാപ്പിരിവും എല്ലാം കൂടി കഴിയുമ്പോൾ 100 രൂപ മേടിക്കും ആൾക്കടയ്ക്ക് നിന്ന്. അവിടെ 10 രൂപയെ കൊടുക്കത്തുള്ളൂ, ബാക്കി 100 രൂപ കുറേ പൈസ ഇവരടിച്ചു മാറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ പുച്ഛമാണ് ചുങ്കക്കാർ. അപ്പോൾ അവരങ്ങനെ എന്താ വെച്ചാൽ ഇവരുടെ ഗുണ്ടകളുണ്ട് കുറേ ആൾക്കാർ. ഇപ്പോൾ 10 രൂപ റോമിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവന്മാർ ആരെ പിടിക്കണം? അതിനകത്ത് ഇടനിലക്കാരുണ്ട് അല്ലേ? അതായത് അവിടെ ജില്ലാ പഞ്ചായത്തിൽ ആളുണ്ട്, ഡിസ്ട്രിക്റ്റിൽ ആളുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗവർണറുണ്ട്. അവർക്കെല്ലാം കിട്ടാവുന്നതെല്ലാം ഓഹരിയിൽ ഇവർ പിരിച്ചു കൊടുക്കണം. അപ്പോൾ ജനങ്ങൾ കൊടുക്കുക? ജനങ്ങൾ കൊടുക്കത്തില്ല. ജനങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ എന്തുമാത്രം ഇസ്രായേലിലാണെങ്കിൽ അന്നത്തെ കാലത്താണെങ്കിൽ ഒരു കാലാവസ്ഥ ഇല്ലാത്ത സമയമാണ്. കാലാവസ്ഥ അല്പം തെറ്റിയാൽ പണ്ടൊക്കെ ക്ഷാമം വരത്തില്ലേ? ക്ഷാമം വരണത് എന്തുകൊണ്ടാണ്? ചില കാലങ്ങളിൽ മഴ തെറ്റിപ്പെയ്യും. ഇപ്പോൾ ചിലർ പറയണം മാവ് പൂത്തില്ലെന്ന് പറയണേ, ചിലർ പറയണ പൂത്തെന്ന് പറയണം. സോഷ്യൽ മീഡിയയിൽ പറയും മാവ് പൂത്തില്ല എന്ന് പറയണത്, പക്ഷേ ഞങ്ങളുടെ മാവ് പൂത്തെന്ന്. അത് നല്ല കാര്യം. നിങ്ങളുടെ മാവേ പൂത്തുള്ളൂ, നാട്ടിലൊന്നും മാവ് പൂത്തിട്ടില്ല. എന്താ കാര്യം? കാലാവസ്ഥ ഭേദം ഉണ്ടായി. അങ്ങനെ പണ്ടിതുപോലെ കാലാവസ്ഥ ഭേദം ഉണ്ടായാൽ ക്ഷാമം ഉണ്ടാവും. ഈ ക്ഷാമത്തിൻ്റെ ഇടയ്ക്കാണ് ഇവർ കൊണ്ടുവന്ന് 100 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? നമുക്ക് തന്നെ തിന്നാൻ കിട്ടണില്ല, പിന്നെ എങ്ങനെ മക്കളുടെ കൊടുക്കണത്? അപ്പോൾ പിന്നെ കൊടുക്കാതിരിക്കുമ്പോൾ ഗുണ്ടകൾ വന്ന് വീട് തല്ലി പൊളിക്കും. അതാണ് ചുങ്കക്കാരുടെ പരിപാടി. അതാ ഇപ്പം ചുങ്കക്കാരെ കാണുമ്പോൾ തന്നെ ഇവന്മാർ ഭയങ്കര ഗുണ്ടകളും ചൂഷകരുമായ ഇവരെ ജനത്തിന് വെറുപ്പാണ്. ജനത്തിന് വെറുപ്പാണ്. അതുകൊണ്ട് ആ ജനത്തിൻ്റെ വെറുപ്പ് മാറ്റാനാണ് മത്തായി എന്ന ചുങ്കക്കാരനെ കർത്താവ് എടുത്തത്. ദൈവം ആരും വെറുക്കണില്ലെന്നുള്ളതിന് ഏറ്റവും വലിയ സൂചനയാണ്. നമ്മുടെ കയ്യിരിപ്പ് എന്ത് മോശമായാലും ദൈവത്തിന് നമ്മളെ വെറുക്കാൻ കഴിയത്തില്ല. അതാണ് ദൈവം ഒരു അമ്മയേക്കാൾ ഇത്തിരി കൂടുതലാണ് ശരിക്കും. ഇപ്പം ചില മക്കളെയൊക്കെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കുമ്പോൾ അമ്മയെ വിളിച്ച് പറയത്തില്ലേ, വല്ലതും നിനക്ക് അവസാനമായിട്ട് പറയാനുണ്ട്? മക്കളെക്കുറിച്ച് പത്രക്കാർ ചോദിക്കത്തില്ല. തൂക്കിക്കൊല്ലാൻ പോണ പ്രതിയുടെ അമ്മയോട് ചോദിക്കും, നിങ്ങൾക്ക് മകനെ തൂക്കിക്കൊല്ലുകയാണ് നാളെ, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് പറയുമ്പോൾ ശരി പറയും, അവൻ എൻ്റെ വയറ്റിൽ പിറക്കാതിരുന്നെങ്കിൽ അത്രയും നല്ലതാണെന്ന് പറയും. അത് പത്രക്കാർ പറയും അവസാനത്തെ വചനം, അവൻ എൻ്റെ വയറ്റിൽ പിറക്കാതിരുന്നെങ്കിൽ. അപ്പോൾ അമ്മയാണെങ്കിലും ശരി, മകൻ തൂക്കുമരത്തിൽ കയറിയ അവൻ എൻ്റെ വയറ്റിൽ പിറക്കാം. പക്ഷേ ദൈവം അങ്ങനെ പറയത്തില്ല, എൻ്റെ വയറ്റിൽ പിറന്നതാണെന്നേ പറയത്തുള്ളൂ. നമ്മൾ മോശക്കാരായാലും പറയും എൻ്റെ വയറ്റിൽ പിറന്നതാണെന്ന്, ഓൺ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിനാരും അങ്ങനെ, അതാണ് ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുമ്പോൾ ഈ നമുക്ക് എല്ലാ കോശങ്ങളും, ശരീരത്തിൻ്റെ കോശങ്ങളെല്ലാം എഴുന്നിരുന്നിട്ട് ഹല്ലേലൂയ പറയണത് സത്യമായത് കൊണ്ടാണ്. എന്താ കാര്യം? സ്വന്തം അമ്മ തന്നെ പറയും അവൻ എൻ്റെ വയറ്റിൽ പിറക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന്. പക്ഷെ ദൈവം പറയത്തില്ല, ഞാൻ തന്നെ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നതാണ്, അവനെ അല്പം ദൈവസ്നേഹം കുറഞ്ഞു പോയെന്നേ പറയത്തുള്ളൂ. ബൈബിള് ഈ വിഷയങ്ങൾ പാപത്തെ എല്ലാം കാണുന്നത് പാപം എന്നതിനേക്കാളുപരി ദൈവസ്നേഹം കുറഞ്ഞു പോയെന്നേ പറയത്തുള്ളൂ. എന്നോട് ഇത്തിരി സ്നേഹം കുറഞ്ഞു പോയി. ദൈവത്തോട് സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യും? അറിയാതെ തന്നെ തിന്മകളിലേക്ക് മനുഷ്യൻ പോകും. ഞങ്ങൾ ഈ ആധ്യാത്മിക ഭിഷഗ്വരന്മാർ ചെയ്യണ പരിപാടി എന്താണെന്നറിയാമോ? ജനങ്ങളെ ഇങ്ങനെ ശപിച്ച് നിങ്ങൾ മോശമാണ്, പാപമാണ്, പാപം കത്തിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പാപത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാറ് പോലുമില്ല. ഞാൻ സംസാരിക്കുക എന്തിനെക്കുറിച്ചാണ്? ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കും. ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കും. കുമ്പസാരക്കൂടി ഇരിക്കുമ്പോഴും ഞാൻ പറയും, മകനെ ഇരുട്ടാണെന്നും പറഞ്ഞുകൊണ്ട് നീ മൊത്തം ഇരുട്ടാണെന്ന് നിൻ്റെ കണ്ണുകൂടി അടച്ച് കളഞ്ഞേണ്ട കാര്യമില്ല. ചില ആൾക്കാർ ഇരുട്ടാണെന്ന് പറഞ്ഞിട്ടേ അവൻ്റെ കണ്ണുകൂടി അടച്ച് കളയും. കാര്യം എനിക്ക് ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല അച്ഛാന്ന് പറയും. ഞാൻ പറഞ്ഞു ഇനി രക്ഷപ്പെടാൻ പറ്റും, ഇരുട്ടാണ്. അപ്പം നമ്മൾ വിളക്ക് കത്തിക്കുക, നീ പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യ്. പതുക്കെ ദൈവം തന്നെ അന്നെ കണ്ണ് കാഴ്ച തുറന്നതല്ലേ, ഇരുട്ട് മാറ്റിയതല്ലേ. ദൈവം തന്നെ ചില പാപങ്ങളെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ദൈവം തന്നെ വന്ന് നമ്മുടെ കണ്ണിൽ തൊടണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അവൻ പറയണ പോലെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഔഷധമാണേ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ദൈവസ്നേഹത്തെ വളർത്തും. നിങ്ങളിതൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് വസ്തുസ്നേഹമാണ് ചിലർക്ക് ഉണ്ടാകണത്. നിങ്ങളിപ്പോൾ ചെയ്യുന്നില്ലേ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? രോഗികളെ കാണുന്നുണ്ട്, സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പലർക്കും ദൈവസ്നേഹമല്ല ഉണ്ടാകണത്. എന്താ ഉണ്ടാകണത്?
വസ്തു സ്നേഹം എന്ന് പറയും, അല്ലെങ്കിൽ വിഷയസ്നേഹം. എന്താണ് കാര്യം? ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നെങ്കിൽ എൻ്റെ കാണാതെ പോയ ഭർത്താവ് തിരിച്ചു വരും, അപ്പോഴും വ്യക്തിസ്നേഹമായില്ലേ അല്ലേ? അല്ലെങ്കിൽ എൻ്റെ പഠിക്കാത്ത മകൻ പഠിക്കാൻ തുടങ്ങും, അപ്പോൾ എന്തായാലും അപ്പോഴും വ്യക്തിസ്നേഹമാണ്. അല്ലെങ്കിൽ എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ വാതിൽക്ക് കൊടുക്കാൻ പോകുന്ന സ്ഥലം മേടിക്കാൻ പറ്റും, അപ്പോൾ വസ്തു സ്നേഹമായില്ലേ? അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വരണത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ലാഗ് ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ ഈ ഉടമ്പടിയുടെ സൂചി ഇരിക്കണത് ദൈവസ്നേഹത്തിലല്ല ഇരിക്കണത്. എവിടെയാണ്? വസ്തു സ്നേഹത്തിലോ വിഷയസ്നേഹത്തിലോ ആണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് താമസിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ നിയോഗങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിയോഗം അല്ല ഉടമ്പടി ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിലേ ഞാനിവിടെ ഇതില്ലേ അതായത് നമ്മുടെ ഡെയിലി ബ്രെഡ് അവിടെ സ്റ്റുഡിയോയിൽ നിൽക്കിയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി ബ്രെഡ് സംസാരിക്കുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു, ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടിയുടെ വിഷയമല്ല, ഉടമ്പടി തന്നെയാണെന്ന് പറയാൻ പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞ്, കർത്താവ് പറയണ ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടിയുടെ വിഷയമല്ല, ഉടമ്പടി തന്നെയാണ്. അത് എനിക്കൊരു ബോധമുണ്ടായി. അപ്പോഴും ഉടമ്പടി ലക്ഷ്യം നമുക്ക് നിയോഗമല്ലേ? രോഗം മാറുക, വീട് വിൽക്കുക, വീട് വാങ്ങിക്കുക, വസ്തു വാങ്ങിക്കുക, മകളെ കെട്ടിക്കുക, കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുക, ഇപ്പോൾ വിഷയമല്ലേ നമുക്ക് ഉടമ്പടി ലക്ഷ്യം. പക്ഷേ ദൈവം എന്താ പറഞ്ഞതെന്നറിയാമോ? ഉടമ്പടിയുടെ ലക്ഷ്യം വിഷയമല്ല, വ്യക്തികളുമല്ല, പിന്നെ എന്താണ്? ഉടമ്പടി തന്നെയാണ്. ഒന്ന് പറഞ്ഞ്, ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി തന്നെയാണ്. എന്ന് വെച്ചാൽ എന്താണ് ഉടമ്പടി? ദൈവവും ഞാനും തമ്മിലുള്ള ഉടമ്പടി ബന്ധമാണ് ഉടമ്പടി. ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധമാണ്. അത് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധമാണോ ഉടമ്പടിയാണോ നിനക്ക് പ്രധാനം, ഉടമ്പടിയുടെ വിഷയമാണോ എന്നറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ ദൈവം ചെയ്യാതെ പോകും. അപ്പോൾ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയണത്. ഇപ്പോൾ ഉടമ്പടി ലക്ഷ്യം വിഷയമാണോ വ്യക്തിയാണോ, അല്ല ഉടമ്പടി ലക്ഷ്യം ഉടമ്പടി തന്നെയാണോ, ഉടമ്പടിയുമായിട്ടുള്ള ദൈവത്തോടുള്ള ബന്ധമാണോ എന്ന് നമ്മൾ അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ നടക്കാതെ പോകും. അപ്പോൾ നടക്കാതെ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവേ, നടന്നാലും നടന്നില്ലെങ്കിലും ഉടമ്പടിക്ക് മാറ്റമില്ല. കാര്യം എൻ്റെ ബന്ധം നീയുമായിട്ടാണ്. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞ്, കർത്താവേ ഉടമ്പടി നടന്നാലും നടന്നില്ലെങ്കിലും ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി തന്നെയാണ്. അത് നീയുമായിട്ടുള്ള സ്നേഹവും ബന്ധവുമാണ്. ഉടമ്പടി നടക്കാതിരിക്കുമ്പോഴും അങ്ങ് പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഉടമ്പടിയോടെ മുന്നോട്ട് പോകാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതിക്കട്ടെ. വിഷയങ്ങൾ നടക്കാപ്പോഴും